ഹരി ഓം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യമരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാതമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേദേയതമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ
ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഹരി ഓം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ശ്രുതിഗീതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ശ്ലോകം കണ്ടു? 4 ശ്ലോകങ്ങൾ ശ്രുതിഗീതയിൽ അല്ലേ? 14, 15, 16, 17 നോക്കാം. പിന്നെ എല്ലായിടത്തും ഇലക്ഷൻ്റെ വോട്ടെണ്ണൽ തിരക്കുകളും ബഹളങ്ങളുമാണ്. എന്തായാലും കുറേ മാറ്റങ്ങളുണ്ട്, അത്രയേ ഉള്ളൂ. വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് ആവണമെന്നേ ഉള്ളൂ. മന്ത് മാറുന്ന പ്രശ്നമൊന്നും ആയിട്ടില്ല. കുറച്ച് ബെറ്റർ എന്നേ ഉള്ളൂ. നാരായണ. നാരായണ. അപ്പോൾ നമുക്ക് ഭാഗവത ജ്ഞാനഗംഗ അധ്യായം 87 വായിക്കാം. 87 സനന്ദന ഉവാച എന്നുള്ള 12ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. ഓം ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ 87തമോऽധ്യായः. സനന്ദന ഉവാച. സ്വസൃഷ്ടമിദമാപീയ ശയാനം സഹ ശക്തിഭിഃ തദന്ധേ ബോധയാഞ്ചക്രുഃ തല്ലിംഗൈഃ ശ്രുതയഃ പരം. യഥാ ശയാനം സമ്രാജം വന്ദിനഃ തൽപരാക്രമൈഃ പ്രത്യൂഷേഭ്യേത്യ സുശ്ലോകൈഃ ബോധയന്ത്യനുജീവിനഃ. ശ്രുതയ ഊചുഃ. ജയ ജയ ജഹ്യജാം അജിതദോഷഗൃഭീതഗുണാം ത്വമസി യദാത്മനാ സമവരുദ്ധസമസ്തഭഗഃ. അഗജഗദോഗസാം അഖിലശക്ത്യവബോധഗതേ
क्वचिदजयात्मना चरतोऽनुचरेन्निगमः बृहदुपलब्धमेतदवयन्द्यवशेषतया यत उदयास्तमयौ विकृतेर्मृति वा विकृताद् अतर्षयो ददुस्त्वयि मनोवचनाचरितं कथमयथा भवन्ति भुवि दत्तपदानि नृणाम् इति तव सूरयस्त्र्यधिपते किल लोकमलक्षपणकथामृताब्धिमवगाह्य तपंसि जहुः किमुत पुनः स्वधामविदुदाशयकालगुणा परमभजन्ति ये पदमजस्रसुगानुभवम् धृतय इव श्वसन्त्यसुभृतो यदि तेऽनुविदा महदहमादयुण्डमसृजन् यदनुग्रहदः पुरुषविदोन्नयोऽत्र चरमुन्नमयादिषु यः सतसतः परं त्वमदयदेष्वशेषं हृदम् उदरमुपासते यर्षिवत्मसु कूर्पदृशः परिसरपद्धतिं हृदयमारुणयोदहरम् तत उदगादनन्द तव धाम शिरः परमं पुनरिह यत्समेत्य न पतन्ति कृतान्तमुगे स्वकृतविचित्रयोनिषु विशन्निव हेतुतया तरतमतश्चकास्यनलवत् स्वकृतानुकृतिः अध विदता स्वमूष्वविदतं तव धाम समं विरजति योऽन्वयन्त्यभिविपण्यवयेकरसं सुकृतपुरेष्वमीष्वबहिरन्तरसंवरणं तव पुरुषं वदन्त्यखिलशक्तिधृतं इति नृगतिं विविच्य कवयो निगमावपनं भवत उपासतेऽङ्घ्रिमभवं भुवि विश्वसिताः दुरवगमात्मतत्त्वनिगमाय तवाततनोः चरितमहामृताब्धिपरिवर्तपरिश्रमणाः न परिलषन्ति केचिदपवर्गमपीश्वरते चरणसरोजहंसकुलसङ्गविसृष्टगृहाः त्वदनुपदं कुलायमिदमात्मसुहृत्प्रियवत् चरति तदोन्मुखे त्वयि हिते प्रिय आत्मनि च न बदरमन्द्यहो असतु वासनयात्महनो यदनुशया भ्रमन्त्युरुभये कुशरीरभृदः निभृतमरुन्मनोक्षदृढयोगयुजो हृदि यत् मुनय उपासते त्वदरयोऽपि ययुस्मरणाद् स्त्रिय उरगेन्द्रभोगभुजदण्डविषक्तधियो वयमपि ते समदृशृङ्घ्रिसरोजसुधाः कैहनु वेदपदावरजन्मलयोऽग्रसरं यत उदगादृशि ऋषिर्यमनुदेवगणा उभये तर्हि न सं न चासदुभयं न च कालचवः किमपि न तत्र शास्त्रमवकृष्य शयीत यदा जनिमसदः सतो मृतिमुतात्मनि ये च भितां विपणमृतं स्मरन्त्युपदिशन्ति त आरुपितैः त्रिगुणमयः पुमानिति भिताय दबोधकृता त्वयि न ततः परत्र स भवेदवबोधरसे അത്രയും മതി, അവിടെ നിൽക്കട്ടെ. വൈകുന്നേരം മുഴുവൻ വായിക്കാം. വൈകി തുടങ്ങിയതുകൊണ്ട് കുറച്ച് ഒരായിരം.
ഇപ്പോൾ വൈകി വന്നവർക്കും എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗയിലെ ദശമസ്കന്ധത്തിലെ 87-ാം അധ്യായമാണ് കാണുന്നത്. 87-ാം അധ്യായം ശ്രുതിഗീതയാണ്. അതിൽ 4 ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. ശ്രുതിഗീത എന്നുള്ളത് വേദം ഭഗവാനെ സ്തുതിക്കുന്ന ഏത് പ്രകാരത്തിലാണ് എന്നുള്ളത് പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് ശ്രീ ശുകബ്രഹ്മർഷി നാരായണ സംവാദ രൂപത്തിലും പിന്നീട് നാരായണ മഹർഷി അത് സനകാദികൾ തമ്മിലുള്ള സംവാദ രൂപത്തിലും അവതരിപ്പിക്കുകയാണ്. സനന്ദൻ എന്ന മഹർഷിയാണ് മറ്റ് സഹോദരങ്ങളായ സനകൻ, സനാതനൻ, സനൽകുമാരൻ മുതലായ 3 പേരെ മുൻനിർത്തിക്കൊണ്ട് ഈ ചർച്ച നടക്കുന്നത്. വക്താവായി സനന്ദനനും ശ്രോതാക്കളായി മറ്റു 3 പേരും. അപ്പോൾ ഭഗവാനെ പള്ളി ഉണർത്തുന്ന ഭാവത്തിലാണ് പ്രളയകാലത്ത് എല്ലാ ശക്തികളെയും തൻ്റെ ഉള്ളിലേക്ക് ലയിപ്പിച്ച് താൻ മാത്രമായി ശയിക്കുന്ന ആ ഭഗവാനെ, ഭഗവാനിൽ നിന്ന് ആദ്യമായി ഉണ്ടായ ഭഗവാന്റെ ശ്വാസോച്ഛ്വാസങ്ങൾ തന്നെയായ ശ്രുതികൾ സ്തുതിക്കുന്നതാണ്. അപ്പോൾ അങ്ങയുടെ യോഗനിദ്രയെ വെടിഞ്ഞ് ഉണർന്നെഴുന്നേറ്റാലും ജീവന്മാരായ ഞങ്ങൾക്ക് ശരീരങ്ങളെല്ലാം നൽകി ഞങ്ങൾക്കും ഞങ്ങളുടെ മായയെ ജയിക്കുവാനുള്ള സാഹചര്യമൊരുക്കി അങ്ങ് അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. പിന്നെ ഈ കാണുന്നതെല്ലാം അങ്ങ് തന്നെയാണ്. സർവം ഖൽവിതം ബ്രഹ്മ ഏതതുപലബ്ധം ബൃഹത്ത്. ഈ ഉപലബ്ധമായിരിക്കുന്നതെല്ലാം ആ ബൃഹത്ത് അഥവാ ബ്രഹ്മം തന്നെയാണ്. അത് എങ്ങനെ അറിയാം? അവശേഷതയാ അവയന്തി. എല്ലാം വിചാരം ചെയ്ത് നോക്കുമ്പോൾ എന്താണോ അവശേഷിക്കുന്നത്, എല്ലാറ്റിനെയും നിരസിച്ചു കഴിയുമ്പോൾ അഥവാ പ്രളയകാലത്ത് എല്ലാം ഇല്ലാതായി കഴിയുമ്പോൾ എന്താണോ അവശേഷിക്കുന്നത് അത് ആ ബ്രഹ്മം മാത്രമാണ്. അതിൽ നിന്നാണ് ഈ വികൃതിയുടെ ഉദയാസ്തമനങ്ങളെല്ലാം സംഭവിക്കുന്നത്. അവികൃതാത് വികൃതേഹേ ഉദയാസ്തമയവും. അതുകൊണ്ട് ഋഷികളെല്ലാവരും അങ്ങയിൽ മനസ്സ് വെച്ചുകൊണ്ട് അവരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തികളുമെല്ലാം അങ്ങയിൽ തന്നെ സമർപ്പിക്കുന്നു. അങ്ങനെയുള്ളവർ, അല്ലെങ്കിൽ അവരെല്ലാം ഈശ്വരനായി തന്നെ അഥവാ ബ്രഹ്മമായി തന്നെ കാണുന്നു. ബ്രഹ്മത്തിൽ നിന്നുണ്ടായതെല്ലാം ബ്രഹ്മം തന്നെയാണല്ലോ. ഇനി അഥവാ മറ്റേതെങ്കിലും ദേവതാഭാവത്തിൽ ഉപാസിച്ചാലും അതെല്ലാം ബ്രഹ്മം തന്നെയാണല്ലോ. ഭൂമിയിലെ വികാരങ്ങളായിരിക്കുന്ന എവിടെ കാല് വെച്ചാലും അത് ഭൂമിയിൽ തന്നെയാണല്ലോ വച്ചിരിക്കുന്നത്. അതുപോലെയാണ് ആ ബ്രഹ്മത്തിൻ്റെ വിഭൂതികളായിരിക്കുന്ന ദേവന്മാരെ ഭജിച്ചാൽ അതിൽ വ്യത്യാസം ഒന്നുമില്ല. അത് ബ്രഹ്മത്തെ തന്നെ ഭജിക്കുന്നതായിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന ആശയം 15-ാം ശ്ലോകത്തിലും. ഇനി അങ്ങയുടെ കഥാമൃതം അത് ലോകത്തിലെ സകല മാലിന്യങ്ങളെയും നശിപ്പിക്കുന്നതാണ്, എല്ലാവരുടെയും പാപങ്ങളെ നശിപ്പിക്കുന്നതാണ് അങ്ങയുടെ കഥാമൃത അബ്ധി. അതിൽ മുഴുകിക്കൊണ്ട് വിവേകികളായിരിക്കുന്ന സൂരികളായിരിക്കുന്ന ആളുകൾ അവരുടെ താപങ്ങളെ ഉപേക്ഷിക്കുന്നു. ആധ്യാത്മിക, ആദിഭൗതിക, ആദിദൈവികങ്ങളായ താപങ്ങളെ തപാംസി ജഹുഹു, തപസ്സുകളെ അഥവാ ഉള്ള തപസ് എന്നത് താപമാണ് എന്ന് നല്ല വ്യക്തമാക്കി. ഇത് ഭക്തിമാർഗം, ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതായിട്ടുള്ള ആളുകൾ അവരുടെ താപങ്ങളെ വെടിയുന്നു. അതേപോലെ തന്നെ
അവരുടെ ആത്മസാക്ഷാത്കാരം കൊണ്ട് നശിപ്പിച്ചതായിട്ടുള്ള ആശയഗുണങ്ങളും കാലഗുണങ്ങളോടും കൂടിയതായിട്ടുള്ള ജ്ഞാനികൾ, ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ, അവര് അജസ്ര സുഖാനുഭവം തേ പദം ഭജന്തി. നിരന്തരമായ സുഖസ്വരൂപമായിരിക്കുന്ന അങ്ങയുടെ പാദത്തെ സേവിക്കുന്നു, അഥവാ അങ്ങയുടെ പദത്തെ പ്രാപിക്കുന്നു എന്നർത്ഥം. അപ്പോൾ അവരുടെ കാര്യം പറയേണ്ടതുണ്ടോ? അവർക്ക് താപത്രയങ്ങൾ ഉണ്ടാകുമോ? ഒരിക്കലും ഇല്ല. അങ്ങയെ ആശ്രയിച്ച് എല്ലാം അങ്ങാണെന്ന് സത്യം പരം ധീമഹി എന്ന് എല്ലാറ്റിനെയും സത്യമായി ദർശിച്ചു കൊണ്ടിരിക്കുന്ന അവർക്ക് ഒരിക്കലും സംസാര താപങ്ങളൊന്നും ബാധിക്കുകയില്ല. കിമുത പുന എന്ന് കൈമുതിക ന്യായേന ചോദിക്കുകയായിരുന്നു. ഇനി ആരാണോ ഭഗവാനെ ഭജിക്കാതെ ഇരിക്കുന്നവർ, അവര് വെറും കൊല്ലന്റെ ആലയിലെ ധൃതയഹ ഇവ, ധൃതികൾ അഥവാ ഉലകൾ എന്ന പോലെ, കൊല്ലൻ താൻ പണിയുന്ന ഇരുമ്പിന്റെ ഇരുമ്പിനെ ചൂട് പിടിപ്പിക്കാനായി, ഇരുമ്പിനെ പദം വരുത്താനായിക്കൊണ്ട് അഗ്നി ജ്വലിപ്പിക്കാൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള ആ ഉല എന്ന് പറയുന്നതായിട്ടുള്ള കാറ്റടിക്കുന്ന ആ സാധനം പോലെയുള്ളൂ വെറുതെ ശ്വാസോച്ഛ്വാസം ചെയ്ത് ജീവിക്കുന്നതായിട്ടുള്ള ആളുകളെല്ലാം. എന്നാൽ ആരാണോ അങ്ങയെ ഭജിക്കുന്നത്, തീർച്ചയായിട്ടും അവരാണ് ശരിക്കും ജീവിക്കുന്നവർ, അവരാണ് ആ ശ്വാസോച്ഛ്വാസത്തെ ഫലവത്താക്കുന്നവർ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാറ്റിനും ഈ അന്നമയാദി പഞ്ചകോശങ്ങളിലും വ്യാപിച്ചിരിക്കുന്നതും അങ്ങ് തന്നെയാണ്. ഈ അന്നമയാദി കോശങ്ങളായിരിക്കുന്നതും അതിലെല്ലാം വ്യാപിച്ചിരിക്കുന്നതും അങ്ങ് തന്നെയാണ്. ഇതിനെ വിചാരം ചെയ്തു കഴിയുമ്പോൾ, ഈ കോശങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു കഴിയുമ്പോൾ എന്താണോ അവശേഷിക്കുന്നത്, തന്നിഷേധാവധി സാക്ഷി എന്ന് പറയും. എല്ലാറ്റിനെയും നിഷേധിച്ചു കഴിയുമ്പോൾ ഏതൊരു സാക്ഷി ശേഷിക്കുന്നുവോ ആ നിഷേധിക്കുന്നവൻ ആണ് സാക്ഷി. നേതി 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 എന്ന് എല്ലാറ്റിനെയും തള്ളിക്കളഞ്ഞു കഴിയുമ്പോൾ തള്ളിക്കളയുന്ന ആളെ തള്ളിക്കളയാൻ പറ്റില്ല. ഈ എന്താ പറയുക, ബുദ്ധ മത സമ്പ്രദായത്തിൽ അവരുടെ ഫിലോസഫിയിൽ ശൂന്യവാദം എന്നൊരു സംഭവമുണ്ട്. എന്താ അവരെ ശൂന്യവാദികൾ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, അവര് ഈ നമ്മുടെ പഞ്ചകോശ അപവാദം ചെയ്യുന്നത് പോലെ തന്നെ ഈ ലോകത്തിൻ്റെ നിസ്സാരതയെ വിചാരം ചെയ്ത് എല്ലാറ്റിനെയും ഇതൊന്നും ഇല്ലാത്തതാണ്, ഇതെല്ലാം അസത്താണ് എന്ന് എല്ലാറ്റിനെയും തള്ളി കളയും. എല്ലാം തള്ളിക്കളയുമ്പോൾ പിന്നെ എന്താ ശേഷിക്കുക? ഒന്നുമില്ലായ്മ, അല്ലേ? അപ്പോൾ ഒന്നുമില്ലായ്മ കണ്ടുകൊണ്ട് അവർ പറയണ ഈ ജഗത്തിന്റെ കാരണം ശൂന്യമാണ്, ശൂന്യത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായി വന്നത് എന്ന് വാദിക്കുന്നവരെയാണ് ശൂന്യവാദികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ശൂന്യത്തിലെത്തി നിൽക്കുകയാണ്. ഈ ശൂന്യത്തെ പോലും ആരാണ് പ്രകാശിപ്പിക്കുന്നത്? ഈ ശൂന്യം വരെ ഉള്ളതിനെയൊക്കെ ആരാണ് തള്ളിക്കളഞ്ഞത്? ആ തള്ളിക്കളഞ്ഞ ബോധത്തെ തള്ളിക്കളയാനാവുമോ? ഇതൊന്നുമില്ല എന്ന് എല്ലാറ്റിനെയും തള്ളിക്കളയുകയും ഇപ്പോൾ ശൂന്യതയെ ഞാൻ കാണുന്നു എന്ന് പറയുകയും ചെയ്യുന്ന ആ ശൂന്യതയെ പോലും പ്രകാശിപ്പിക്കുന്ന ആ സാക്ഷിയെ തള്ളിക്കളയാൻ പറ്റുമോ? എന്നെ തള്ളിക്കളയാൻ പറ്റുമോ? എനിക്ക് ബാക്കിയുള്ളവരെയൊക്കെ തള്ളിക്കളയാൻ പറ്റും, എനിക്ക് എന്നെ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ശങ്കരാചാര്യരെ പോലെയുള്ള സനാതന ധർമ്മ ആചാര്യന്മാര് ഈ ശൂന്യവാദികളോട് ചോദിക്കുന്നത്, അല്ല, അപ്പൊ ആരാ ഈ ശൂന്യത്തെ കാണുന്നത്? ഇതൊന്നുമില്ല, എല്ലാം ശൂന്യമാണ്, ഈ പ്രപഞ്ചം ശൂന്യത്തിൽ നിന്നാണ് ഉണ്ടായത്, ശൂന്യത്തിലാണെല്ലാം.
അതുകൊണ്ട് ഇതിൻ്റെ സത്യം ശൂന്യമാണ് എന്ന് പറയാനുള്ള ആളുണ്ടല്ലോ, അയാളെ നിഷേധിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അത് സാധ്യമല്ല. എല്ലാ ശൂന്യതയെയും പ്രകാശിപ്പിക്കുന്ന സാക്ഷി, തന്നിഷേധാവധി സാക്ഷി പഞ്ചകോശ വിലക്ഷണ. എല്ലാ കോശങ്ങളെയും തള്ളിക്കളഞ്ഞു കഴിയുമ്പോഴും അവിടെ ശേഷിക്കുന്ന ആ ചൈതന്യം, ആത്മാ, ആ ബോധം, അത് തന്നെയാണ് ഭഗവാൻ. ഭഗവാനും ഈ ചൈതന്യവും അഥവാ ജീവചൈതന്യവും ഒന്ന് തന്നെയാണ്. അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ, ഈ എൻ്റെ ആത്മാ തന്നെയാണ് ബ്രഹ്മം എന്ന് അവർ കാണുന്നു. അപ്പോൾ എന്ത് ശേഷിക്കുന്നുവോ യേശു അവശേഷം ഋതം യത് തദസി, എന്താണോ ഋതമായിരിക്കുന്നത്, സത്യമായിരിക്കുന്നത്, അത് നീയാകുന്നു, ഭഗവാനാകുന്നു എന്ന് ഭഗവാനോട് വേദം പറയുകയാണ്. ശേഷിക്കുന്നതാണ് അങ്ങ്. ഇനി അടുത്ത ശ്ലോകം നമുക്ക് വായിക്കാം. അതിൽ ഓരോരുത്തർ ഇതേ സത്യത്തെ തന്നെ പല രീതിയിൽ ധ്യാനിച്ച് അവരവരുടേതായിട്ടുള്ള സമ്പ്രദായത്തിലൂടെ ഉപാസിക്കുന്നു, സാക്ഷാത്കരിക്കുന്നു എന്നതാണ് പറഞ്ഞു വരുന്നത്. ഉദരമുപാസത്തെ യർഷിവത്മസുകുർപ്പദൃശഃ പരിസരപദ്ധതിം ഹൃദയമാരുണയോദഹരം തദൗദഗാദനന്ദ തവ ധാമ ശിരഃ പരമം പുനരിഹ യത്സമേത്യ ന പതന്തി കൃതാന്തമുഖേ. ഉദരമുപാസത്തെ യർഷിവത്മസുകുർപ്പദൃശഃ പരിസരപദ്ധതിം ഹൃദയമാരുണയോദഹരം തദൗദഗാദനന്ദ തവ ധാമ ശിരഃ പരമം പുനരിഹ യത്സമേത്യ ന പതന്തി കൃതാന്തമുഖേ. അപ്പോൾ ഏകമായ ആ പരമസത്യത്തെ പല ആളുകൾ പല സമ്പ്രദായങ്ങളിൽ ഉപാസിക്കുന്നു. എങ്ങനെ ഉപാസിച്ചാലും അവർ ആ സത്യത്തെ സാക്ഷാത്കരിക്കുന്നു. അവർ കൃതാന്തമുഖേ ന പതന്തി എന്നാണ് അതിലെ കൺക്ലൂഷൻ. കൃതാന്തമുഖേ ന പതന്തി, ന പതന്തി കൃതാന്തമുഖേ. കൃതാന്തനാരാണ്? എല്ലാറ്റിനും അന്തം ചെയ്യുന്നവൻ. ആരാലാണോ എല്ലാറ്റിനും അന്തം ചെയ്യിക്കുന്നത് അവനാണ് കൃതാന്തൻ, യമൻ, കാലൻ. അപ്പൊ അന്തകന്റെ ആ മുഖത്തിൽ കൃതാന്തമുഖേ ന പതന്തി, വീഴുന്നില്ല എന്നർത്ഥം. അപ്പൊ ആരാണോ ഈ പരമസത്യത്തെ ഉപാസിക്കുന്നത്, അത് ഏത് പ്രകാരത്തിലായിക്കോട്ടെ, അത് എന്താ പറയുക, യോഗികൾ ഷഡ്ചക്രോപാസന ചെയ്യുന്നു. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, ആജ്ഞ, വിശുദ്ധി മുതലായിട്ടുള്ള ചക്രസ്ഥാനങ്ങളിൽ ഉപാസിക്കുന്നതായിട്ടുള്ള യോഗികളുണ്ട്. അഷ്ടാംഗയോഗം അനുഷ്ഠിച്ച് ഈ ഇങ്ങനെ ഷഡ്ചക്രങ്ങളിൽ ഉപാസിക്കുന്നതായിട്ടുള്ള ധ്യാനിക്കുന്നവരായിട്ടുള്ള ആളുകളുണ്ട്. വേറെ ചിലർ ഭഗവാനെ ഹൃദയത്തിൽ തന്നെ ധ്യാനിക്കുന്നവരുണ്ട്. മറ്റൊരു പടിയായിട്ട് ഓരോ സ്ഥാനത്തിലേക്ക് ഉയർത്തി ധ്യാനിക്കുകയാണ്. ആദ്യം മൂലാധാരത്തിലും, പിന്നെ മണിപൂരത്തിലും, പിന്നെ എന്താ പറയുക, സ്വാധിഷ്ഠാനത്തിലും, അനാഹതത്തിലും, ആജ്ഞയിലും വിശുദ്ധിയിലുമൊക്കെ ആയിട്ട്, വിശുദ്ധിയിലും ആജ്ഞയിലുമൊക്കെ ആയിട്ട് ആ ഭഗവത് സ്വരൂപത്തെ ധ്യാനിച്ച് അവരുടെ ആ ഒരു ബോധതലത്തെ, അവരുടെ ആ ലെവലിനെ, കോൺഷ്യസ്നസ് അല്ലെങ്കിൽ അവെയർനെസ്, ആ ലെവലിനെ അവർ ഉയർത്തി കൊണ്ടുവരുന്നു. എന്നിട്ട് ആ സഹസ്രാര പത്മത്തിലേക്ക് കൊണ്ടുവന്ന് ധ്യാനിക്കുന്നു. അവരും ഭഗവാനെ തന്നെയാണ് ധ്യാനിക്കുന്നത്. എന്നാൽ ജ്ഞാനികൾ
ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നു, അല്ലെങ്കിൽ ഭക്തന്മാരും മറ്റുമൊക്കെ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നു. അവരൊറ്റ സ്ഥാനത്ത് തന്നെയാണ് ധ്യാനിക്കുന്നത്. ഇങ്ങനെ പടിപടിയായിട്ട് കയറ്റിക്കൊണ്ടുവരുന്ന പദ്ധതിയൊന്നും ഇല്ല, ഒരിടത്ത് തന്നെ ധ്യാനിക്കുന്നു. എന്തായാലും രണ്ടു കൂട്ടരും ആ പരമസത്യത്തെ ഉപാസിച്ച് അവർ മരണത്തെ ജയിക്കുന്നു എന്നാണ് പറയുന്നതിൻ്റെ താല്പര്യം. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ അല്ലെ, ഉപാസിക്കാത്തവർ വ്യർത്ഥം ജീവിക്കുന്നു, അവരുടെ ജന്മം പാഴായി പോകുന്നു എന്ന് പറയുകയാണെങ്കിൽ ഈ ശ്ലോകം കൊണ്ട് ഏതു പ്രകാരത്തിലാണെങ്കിലും ആ ഭഗവാനെ ഉപാസിക്കുന്നവരുടെ ജന്മം ധന്യധന്യമാകുന്നു, അവർ മരണത്തെ ജയിക്കുന്നു. ആ ആശയമാണ് ഉള്ളിൽ വെച്ച് നമുക്കിതിൻ്റെ വാക്യങ്ങളുടെ അർത്ഥങ്ങളെ നോക്കാം. ഉദരം ഉപാസത്തെ യഹ ഋഷിവത്മസു കൂർപ്പദൃശഃ. ഇവിടെ യ ഋഷിവത്മസു എന്നുള്ള യ ഏകവചനമല്ല, ഏ എന്നുള്ള ബഹുവചനത്തിലെടുക്കണം. യാവരാണോ, ഏതാളുകളാണോ. അപ്പൊ ഋഷിവത്മസു, ഋഷിവത്മസു എന്ന് പറഞ്ഞാൽ ഋഷികളുടെ മാർഗങ്ങൾ. ഇവിടെ വത്മ എന്ന് പറഞ്ഞാൽ മാർഗം, പല സമ്പ്രദായങ്ങൾ. അപ്പൊ ഋഷിമാരുടെ മാർഗത്തിൽ, ഋഷിമാരുടെ ഉപാസനാക്രമങ്ങളിൽ യേ കൂർപ്പദൃശഃ. കൂർപ്പം എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെയൊക്കെ പൊടി, കല്ലിൻ്റെയൊക്കെ പൊടി, അതിനെയൊക്കെയാണ് കൂർപ്പം. അപ്പൊ കണ്ണിൽ കരട് പെട്ടവർ എന്നുള്ള അർത്ഥത്തിലാണത് ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ണിൽ കരടോ കൽപ്പൊടിയൊക്കെ പെട്ടുകഴിഞ്ഞാൽ കാഴ്ചയ്ക്ക് കുറവ് വരും അല്ലേ. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അഷ്ടാംഗയോഗം എല്ലാം ഉപാസിക്കുന്നത് കുറെ കൂടി ബഹിർമുഖരായിട്ടുള്ള ആളുകളാണ്. ജ്ഞാനയോഗം അഭ്യസിക്കുന്നവർ കുറെ കൂടി അന്തർമുഖരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ബഹിർമുഖരായിട്ടുള്ളവർ അവരുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും മറ്റുമൊക്കെ ആയിട്ടാണ് അഷ്ടാംഗയോഗം ഉപാസിക്കുന്നത്. എന്ന് വെച്ചാൽ യമം, നിയമം, എന്താ പറയുക, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി മുതലായിട്ടുള്ള ആ അഷ്ട അംഗങ്ങളെ പടിപടിയായിട്ട് അഭ്യസിച്ച് അവരെ തന്നെ ഡിസിപ്ലിൻഡ് ആക്കുകയാണ്, പാകപ്പെടുത്തുകയാണ്. അങ്ങനെ പാകപ്പെടുത്തി അവരുടെ കണ്ണിൻ്റെ കാഴ്ച സൂക്ഷ്മമാക്കുകയാണ്. അപ്പോൾ ആദ്യം കണ്ണിൽ പൊടിപെട്ടവർക്ക് കൂർപ്പദൃശഃ, കൂർപ്പദൃഷ്ടികളായിരിക്കുന്ന ആളുകൾക്ക് ഭഗവാന്റെ ദർശനം വളരെ പ്രയാസമാണ്, അനായാസമല്ല. അതുകൊണ്ട് അവർ കുറേ അഭ്യാസങ്ങളൊക്കെ ചെയ്ത് അഷ്ടാംഗ യോഗങ്ങളെല്ലാം അഭ്യസിച്ച് അങ്ങനെ ക്രമത്തിൽ അവരുടെ കണ്ണ് തെളിയിപ്പിച്ച് ശുദ്ധമാക്കിക്കൊണ്ട്, എന്ന് വെച്ചാൽ അവരുടെ ദൃഷ്ടിയെ വ്യക്തമാക്കിക്കൊണ്ട് ആ ഭഗവാനെ ഉപാസിക്കുന്നു എന്ന് പറയാനാണ് ഋഷിവത്മസു യേ കൂർപ്പദൃശഃ. ആ മുനി സമ്പ്രദായങ്ങളിൽ ആരാണോ, ഏതൊരുവരാണോ ആ കൂർപ്പദൃഷ്ടികളായിരിക്കുന്നത്, നല്ല കാഴ്ചയില്ലാത്തവരായിരിക്കുന്നത്. കൂർപ്പം എന്ന് പറഞ്ഞാൽ കൽപ്പൊടി എന്നൊക്കെയാണ് അർത്ഥം. മുറം എന്നും അർത്ഥമുണ്ട്. അല്ല, മുറം ശൂർപ്പമാണ് അല്ലേ. അപ്പം എന്തായാലും കണ്ണിനെ മറയ്ക്കുന്നത്, കണ്ണിന് കാഴ്ച കുറയ്ക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അവർ തേ ഉദരം ഉപാസത്തെ, അവര് ഭഗവാനെ ഉദരത്തിലാണ് ഉപാസിക്കുന്നത്. ഇവിടെ ഉദരം എന്ന് പറഞ്ഞാൽ അകത്ത്, ഉള്ളിൽ മണിപൂരകം മുതലായ ചക്രങ്ങളിൽ നിന്ന് ഒരു ചക്രത്തെ സാമ്പിളായിട്ട് എടുത്തു പറഞ്ഞതാണ്. ഉദരം എന്നത് മണിപൂരകം എന്നുള്ള ചക്രമാണ്, ഉദരഭാഗത്തുള്ളതായിട്ടുള്ള ചക്രം. അതിൻ്റെ മുകളിലാണ് അനാഹതം, അതിൻ്റെ മുകളിലാണ് വിശുദ്ധി, ആജ്ഞ എന്നൊക്കെ വരുന്നത്. അപ്പോൾ ഉദരഭാഗത്ത്, മറ്റത് ഹൃദയമാണെങ്കിൽ അനാഹതം എന്ന് പറയും. അപ്പോൾ ഉദരം എന്ന് പറഞ്ഞാൽ അനാഹതത്തിന് താഴെയുള്ള സ്ഥാനങ്ങളിൽ എന്ന് മൊത്തത്തിൽ ഉപലക്ഷണമായി പറഞ്ഞതാണ്. ഇങ്ങനെ ക്രമത്തിൽ മൂലാധാരത്തിലും സ്വാധിഷ്ഠാനത്തിലും മണിപൂരകത്തിലും എല്ലാം ഉപാസിക്കുന്നവർ എന്നുള്ള ആ ഒരു സൂചനയ്ക്ക് ഉദരം ഉപാസതേ എന്ന് പറഞ്ഞു. അപ്പോൾ മണിപൂര ചക്രത്തിലും മറ്റും ഉപാസിക്കുന്നു.
ആരുണയ പരിസര പദ്ധതിം ഹൃദയം ദഹരം ഉപാസതേ. വേറെ കൂട്ടരുണ്ട്, ആരുണികൾ എന്ന് പ്രസിദ്ധരായിട്ടുള്ള മുനികൾ. അവര് പരിസര പദ്ധതി, പരിസരം അഥവാ നാഡി എന്നാണ് അർത്ഥം. പരിതഹ സരതീതി പരിസരം, എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ നാഡികളുടെ പര്യായമാണ് ഇവിടെ പരിസരം. ആ പരിസര പദ്ധതി എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ നിന്ന് 72,000 നാഡികൾ എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. ആധ്യാത്മികമായിട്ടുള്ള ആ ഒരു സങ്കല്പമാണ്. നമ്മുടെ ഹൃദയം കേന്ദ്രമായിക്കൊണ്ട് ഹൃദയത്തിൽ നിന്ന് ശരീരത്തിലേക്ക് 72,000 നാഡികൾ പരിസരിക്കുന്നു. പരിതഹ സരതീതി പരിസരഹ. അപ്പോ ഇങ്ങനെ ആ നാഡികളുടെ മാർഗം പരിസര പദ്ധതിം ഹൃദയം ദഹരം ഉപാസതേ എന്നാണ്. ഹൃദയമാരുണയോ ദഹരം. അപ്പൊ ഈ പരിസരങ്ങളുടെ പദ്ധതി സ്ഥാനം എവിടെയാണ്? ഈ പരിസരം അഥവാ നാഡികൾ എവിടുന്നാണ് തുടങ്ങുന്നത്? ഹൃദയം. അതിനെ തന്നെയാണ് ദഹരം എന്നും പറയും. ദഹരം എന്ന് പറഞ്ഞാൽ ദഹരാകാശം എന്ന് പറയും. ചിദാകാശം, ഹൃദയാകാശം എന്ന് വെച്ചാൽ ദ ഇന്നർ ക്യാവിറ്റി ഓഫ് യുവർ ഹാർട്ട്. ആധ്യാത്മിക ഹൃദയത്തിന്റെ ഗുഹയിൽ. ദഹരാകാശം, ഹൃദയ ഗുഹ എന്നൊക്കെ സാങ്കേതിക പദങ്ങളേ ഉള്ളൂ. ഇതൊന്നും കേട്ട് പരിഭ്രമിക്കേണ്ട ഒരു കാര്യമില്ല. ഇതിനെ തലനാരഴ കീറി നമ്മൾ ഭ്രാന്ത് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹൃദയാകാശം, അതിനെ ദഹരാകാശം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഹൃദയ ഗുഹ എന്ന് പറയുന്നത് ഹൃദയ പത്മം എന്ന് ചിലർ പറയുന്നു. ഓരോരുത്തർ ഭക്തന്മാർ ഹൃദയ പത്മം എന്ന് പറയുന്നു. യോഗികൾ ഹൃദയ ഗുഹ, ഹൃദയാകാശം എന്നൊക്കെ പറയുന്നു. ദഹരാകാശം എന്നും അതിന് പേരുണ്ട്. അപ്പോൾ ഇതാണ് ആ ഹൃദയമാണ് എല്ലാ നാഡികളുടെയും പ്രഭവസ്ഥാനം. 72,000 നാഡികൾ പ്രസരണം ചെയ്യുന്നത് ഈ ഹൃദയമാകുന്ന കേന്ദ്രത്തിൽ നിന്നാണ്. അതാണ് ആരുണയ പരിസരപദ്ധതിം ഹൃദയം ദഹരമുപാസതേ. ആരുണികൾ എന്ന് പറയുന്ന ഒരു കൂട്ടർ അഥവാ പ്രസിദ്ധരായ മുനിമാർ, ജ്ഞാനമാർഗം ഉപാസിക്കുന്നവർ എന്നാണ് അതിൻ്റെ താല്പര്യം. ജ്ഞാനമാർഗത്തെ പിന്തുടരുന്നവരായിട്ടുള്ള ആ മഹാത്മാക്കൾ അങ്ങനെ ഹൃദയത്തിൽ അങ്ങയെ ധ്യാനിക്കുന്നു. അങ്ങനെ ഹേ അനന്ത, അല്ലയോ ആദിയും അന്തവുമില്ലാത്തവനെ, അളവില്ലാത്തവനെ, നാശരഹിതനായവനെ എന്നൊക്കെ അർത്ഥം. കാലദേശ വസ്തുപരിമിതികളൊന്നും ബാധിക്കാത്തവനായ ഹേ അനന്ത, തതഃ തവ പരമം ശിരഃ ഉദഗാദ് യത് സമേത്യ പുനഃ ഇഹ കൃതാന്തമുഖേ ന പതന്തി. അപ്പോൾ അല്ലയോ അനന്തനായിരിക്കുന്ന ഭഗവാനെ, തതഃ തവ പരമം ശിരഃ ഉദഗാദ്, അവിടെ നിന്ന് ഈ ധ്യാനം കൊണ്ട് അവര് അങ്ങയുടെ പരമമായ ആ ശിരസ്ഥാനത്തെ പ്രാപിച്ച് എന്നർത്ഥം. ശിരഃ ഉദഗാദ്, ഉദ്ഗമിച്ച്, അഗാദ്. അപ്പോൾ അവർ ഉയർന്നുകൊണ്ട് അങ്ങയുടെ ശിരോഭാഗത്തെ പ്രാപിച്ചുകൊണ്ട് സത്യലോകത്തെ പ്രാപിച്ചുകൊണ്ട് എന്നൊക്കെ അർത്ഥമാണ്. സത്യലോകം ഈ 14 ലോകങ്ങളുടെ ശിരസ്ഥാനമാണ്. അപ്പോൾ എന്താ പറയുക, അവര് ക്രമമുക്തിയെ പ്രാപിച്ചുകൊണ്ട് എന്നൊരർത്ഥത്തിലാണ്. ഓരോ ലോകങ്ങളിൽ നിന്ന് ഉയർന്നുയർന്നുയർന്നു പോയി മുകളിലെത്തി ശിരസ്ഥാനമാകുന്ന സത്യലോകത്തും എത്തിയിട്ട് പിന്നീട് അവർ തിരിച്ചു വരുന്നില്ല. ന പതന്തി കൃതാന്തമുഖേ, അവർ കൃതാന്തമുഖത്തിൽ തിരിച്ചു വരുന്നില്ല, പതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ മൃത്യു സംസാരവത്മനി ന വർത്തതെ ന പുനരാവർത്തതെ. അപ്പോൾ ഇങ്ങനെ ഉപാസിക്കുന്നവർ ക്രമമുക്തിയിലൂടെ ഉയർന്നുയർന്ന് ഭൂർഭുവ സ്വഹ മഹഃ ജനഃ തപഃ എന്നിങ്ങനെയുള്ള സത്യം എന്നിങ്ങനെയുള്ള ഊർധ്വലോകങ്ങളിലൂടെ ഗമിച്ചുകൊണ്ട് മടങ്ങിവരവില്ലാത്ത യാത്രയെ പ്രാപിക്കുന്നു, ഭഗവാനെ പ്രാപിക്കുന്നു. ഊർധ്വഗാമികളാണ് അവർ. അപ്പൊ അവർക്ക് എന്തില്ല? യദ്ഗത്വാ ന നിവർത്തന്തെ,
എവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മടങ്ങി വരവില്ലയോ, പിന്നെ ഈ കൃതാന്ത മുഖത്തിലേക്ക് തിരിച്ചു വരുന്നില്ലയോ, ആ മുക്തിയെ പ്രാപിക്കുന്നു. അപ്പം ഈ ഹൃദയത്തിൽ ഉപാസിച്ച് പിന്നെ ഊർധ്വലോകങ്ങളിൽ പോയി ഭഗവാന്റെ ശിരസ്ഥാനമായ വിരാട് പുരുഷന്റെ ശിരസ്ഥാനമായ സത്യലോകത്തിലും എത്തി സത്യലോകത്തിൽ നിന്ന് പിന്നീട് വൈകുണ്ഠലോകത്തിലേക്ക് ഭഗവത് പദത്തിലേക്ക് എത്തിച്ചേരുന്നു. അവിടുന്ന് പിന്നെ അവർ ഈ മൃത്യു സംസാര മാർഗത്തിലേക്ക് യമന്റെ മുഖത്തിലേക്ക് തിരിച്ച് പതിക്കുന്നില്ല, വീഴുന്നില്ല. ഇതാണ് ഈ ശ്ലോകത്തിലെ ആശയം. എന്തായാലും പല പ്രകാരത്തിൽ ഭഗവാനെ ഉപാസിക്കുന്നു. യോഗികൾ ഷഡാധാരങ്ങളിലൂടെ ഭഗവാനെ ഉപാസിക്കുന്നു. ജ്ഞാനികൾ ഹൃദയ സ്ഥാനത്ത് ദഹരാകാശത്തിൽ ഭഗവാനെ ഉപാസിക്കുന്നു. ഈ രണ്ടു കൂട്ടരും മുകളിലോട്ട് പോയി മൂർധാവ് പിളർന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മറ്റു ലോകങ്ങളിലെല്ലാം ചെന്ന് ഊർധ്വലോകമായ ശിരസ്ഥാനീയമായ സത്യലോകത്തും ചെന്ന് അവിടുന്ന് പിന്നെ ഭഗവത് പദത്തെ പ്രാപിക്കുന്നു. പിന്നീട് അവര് തിരിച്ചു വരുന്നില്ല. ഇതാണ് ഇതിലെ വിഷയം. വേറെ കാര്യമായിട്ടൊന്നും ഇതിൽ പറയാനായിട്ട് ഇല്ല എന്ന് പറയാം. അപ്പോൾ ഈ ക്രമമുക്തി എന്ന് പറയുന്ന സമ്പ്രദായത്തെക്കുറിച്ച് നമ്മൾക്ക് വേദം പറഞ്ഞു തരുന്നതാണിത്. വേദത്തിൽ ഇതെല്ലാം പ്രതിപാദ്യ വിഷയമാണ്. അപ്പോൾ ഭഗവാനെ ക്രമമുക്തിക്ക് വേണ്ടിയും പലര് ഉപാസിക്കുന്നു. ഉദരമുപാസത്തെ യഋഷിവത്മസു കുർപ്പദൃശഃ പരിസര പദ്ധതിം ഹൃദയമാരുണയോദഹരം തദ ഉദഗാദനന്ദ തവ ധാമ ശിരഃ പരമം പുനരിഹ യത്സമേത്യ ന പതന്തി കൃതാന്തമുഖേ. അപ്പോൾ ഇവര് കുറച്ച് എന്താ പറയുക, ഊർധ്വലോക കുതുകികളാണ് എന്നും കൂടി നമുക്കെടുക്കാം. അതുകൊണ്ടാണ് അവര് കണ്ണിൽ പൊടി വീണവർ എന്ന് പറഞ്ഞത്. കണ്ണിൽ കാഴ്ച കുറഞ്ഞവരാണ്, പൊടി വീണിട്ട് കാഴ്ച കുറഞ്ഞവരാണ് കൂർപ്പദൃശ. അതുകൊണ്ട് അവർക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടവർ ഊർധ്വലോകങ്ങളിലൊക്കെ പോകുന്നു. എന്നാലും അവർക്ക് ലക്ഷ്യം ഉറപ്പുണ്ട്. അങ്ങനെ ഊർധ്വലോകങ്ങളൊക്കെ അനുഭവിച്ച് ഭഗവാനെ പ്രാപിച്ച് പിന്നീട് അവർ സംസാരത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. ഇത്രയും മനസ്സിലാക്കിയാൽ മതി ഈ ശ്ലോകത്തിൽ നിന്ന്. അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. സ്വകൃത വിചിത്രയോനിഷു വിശന്നിവ ഹേതുതയാം തരതമതശ്ചകാസ്യനലവത് സ്വകൃതാനുകൃതിഃ അദവിദദാസ്വമൂഷ്വവിദദം തവ ധാമ സമം വിരജതിയോന്വയന്ത്യഭിവിപണ്യവയേകരസം. സ്വകൃത വിചിത്രയോനിഷു വിശന്നിവ ഹേതുതയാം തരതമതശ്ചകാസ്യനലവത് സ്വകൃതാനുകൃതിഃ അദവിദദാസ്വമൂഷ്വവിദദം തവ ധാമ സമം വിരജതിയോന്വയന്ത്യഭിവിപണ്യവ ഏകരസം. അപ്പൊ ഇവിടെ വിരജതിയ എന്ന് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മറ്റേ ഒരു കണ്ണിൽ പൊടി വീണവരാണെങ്കിൽ ഇവിടെ വിരജതിയ, അധികാരികളുടെ ഭേദങ്ങളെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള യോഗ്യതയ്ക്കനുസരിച്ച് ഭഗവാനെ ഉപാസിച്ച് സദ്യോമുക്തരായിത്തീരുന്നു ഇവര്. വിരജതിയ സദ്യോമുക്താഹ ഭവന്തി. വളരെ സിമ്പിളായിട്ടുള്ള ആശയമാണ്. ഈ വാക്കുകളുടെ കസർത്ത് കൊണ്ട് കുറേ വളച്ചു കെട്ടി പറഞ്ഞിരിക്കുകയാണ്. ഇതിനെ വ്യാഖ്യാതാക്കൾ കൂടുതൽ കൊളാക്കും. ഇതാണ് കുറേ ആളുകൾ അവരുടെ പാണ്ഡിത്യം പ്രകടിപ്പിച്ച് വളരെ ലളിതമായ ആശയത്തെ വളഞ്ഞൊക്കെ മൂക്ക് പിടിച്ച് എന്താ സംഭവമെന്നേ പിടികിട്ടാത്ത പോലെയാക്കുക. അതിൻ്റെ മർമ്മം പിടിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്.
അപ്പോൾ സ്വകൃത വിചിത്രയോനിഷു വിശന്നിവ ഹേതുതയാ തരതമതഃ ചകാസി അനലവത് സ്വകൃതാനുകൃതി. ഭഗവാനെ അങ്ങ് ത്വം എന്ന് പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങ് എന്ത് ചെയ്യുന്നു? സ്വകൃത വിചിത്രയോനിഷു, സ്വകൃതം സ്വയാകൃതം, സ്വേന കൃതം എന്നൊക്കെ അർത്ഥം. തന്നാൽ തന്നെ ചെയ്യപ്പെട്ടത്, താൻ തന്നെ നിർമ്മിച്ചത് എന്താണ്? വിചിത്രയോനികൾ. ഈ ലോകത്തിലെ വിചിത്രങ്ങളായ ജീവജാലങ്ങൾ, സൃഷ്ടി അഥവാ ചരാചരങ്ങൾ ഒക്കെ വിചിത്രങ്ങളായ യോനികളാണ്. അപ്പോൾ ഭഗവാൻ തന്നെത്താൻ തന്നെ, തന്നാൽ തന്നെ ചെയ്യപ്പെട്ടതായിട്ടുള്ള ഈ വിചിത്ര യോനികളിൽ ഹേതുതയാ വിശന്ന്, അങ്ങ് തന്നെയാണ് അതിൻ്റെ ഹേതു. അങ്ങയ്ക്ക് പ്രവേശിക്കാതിരിക്കാനാവില്ല, കാര്യത്തിൽ കാരണത്തിന് പ്രവേശിക്കാതിരിക്കാനാവില്ല. നിങ്ങൾക്ക് സ്വർണ്ണ ആഭരണം ഉണ്ടാക്കണമെങ്കിൽ സ്വർണം ആവശ്യമാണ് അല്ലേ? ആ സ്വർണമാണ് ആഭരണത്തിൽ ഹേതുതയാ പ്രവേശിക്കുന്നത്. സ്വർണത്തെ ഹേതുതയാ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ ആഭരണം ശൂന്യം. അപ്പോൾ അതാണ് ഹേതുതയാ വിശന്ന് ഇവ. വിശന്നിവ എന്ന് പറയുന്നത് അതൊരു നമ്മുടെ തെറ്റിദ്ധാരണയാണല്ലോ. സ്വർണം എവിടെയും പ്രവേശിച്ചിട്ടൊന്നുമില്ല. സ്വർണത്തോട് നീ എപ്പോഴാ ആഭരണത്തിൽ പ്രവേശിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ ആഭരണത്തിലൊന്നും പ്രവേശിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും സ്വർണ്ണമായിട്ട് തന്നെ ഇരിക്കണത് എന്ന് പറയും. ഇതുപോലെ ഈശ്വരൻ ചൈതന്യം താൻ തന്നെ സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളിലൊക്കെ അതിൻ്റെ കാരണം എന്ന ഭാവേന എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്ന പോലെ യഥാർത്ഥത്തിൽ ഭഗവാൻ തന്നെയാണ്, അഥവാ ബ്രഹ്മം തന്നെയാണ് എല്ലാമായിട്ടിരിക്കുന്നത്. മറ്റൊരു വസ്തു ഉണ്ടായിട്ട് അതിൽ ഗൃഹപ്രവേശമൊന്നും ചെയ്തിട്ടില്ല. പ്രവേശിച്ച പോലെ എന്നാണ്. അതാണ് ഇവിടെ ഹേതുതയാ വിശന്നിവ. അപ്പോൾ നമ്മളൊക്കെ സാധാരണ വീടുകൾ പണിത് അതിലേക്ക് ഗൃഹപ്രവേശം ചെയ്യും. അപ്പോൾ അവിടെ വീട് വേറെയാണ്, പ്രവേശിക്കുന്ന നമ്മൾ വേറെയാണ്. അതുപോലെയല്ല ഭഗവാൻ തൻ്റെ സൃഷ്ടിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഈ ലോകത്തെ സൃഷ്ടിച്ച ശേഷം ഭഗവാൻ ഒരു മുഹൂർത്തമൊക്കെ നോക്കി പാല് കാച്ചി ഗണപതി ഹോമമൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞവരെല്ലാം ചെയ്തിട്ടൊരു ദിവസം വന്ന് കുടിയിരിക്കുകയല്ല ചെയ്തത്. എങ്ങനെയാണോ നിങ്ങൾ കെട്ടിടം കെട്ടിയപ്പോൾ അതിൽ സിമന്റും മണലും കല്ലും പ്രവേശിച്ചിരിക്കുന്നത് അല്ലേ? സിമന്റും മണലും കല്ലും കമ്പിയുമൊക്കെ അത് കെട്ടുമ്പോൾ തന്നെ അതിൻ്റെ ഹേതുതയാ ആ കെട്ടിടത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേക ഒരു മുഹൂർത്തം നോക്കി ഗൃഹപ്രവേശം നടത്തേണ്ട കാര്യമൊന്നും ഇല്ല. ഉണ്ടോ? സിമന്റ് കൊണ്ടും കല്ലുകൊണ്ടും മറ്റുള്ള മെറ്റീരിയൽസ് കൊണ്ടും ഒരു ഗൃഹം നിർമ്മിച്ച ശേഷം ഒരു പൂജയൊക്കെ കഴിച്ച് ഗണപതി ഹോമമൊക്കെ കഴിച്ച് പാലൊക്കെ കാച്ചിട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. സിമന്റേ ഈ ഗൃഹത്തിലേക്ക് വരൂ, അല്ലയോ കല്ലേ ഗൃഹത്തിലേക്ക് വരൂ, അല്ലേ? അല്ലയോ മെറ്റൽസ്, മണൽ എല്ലാവരും വരൂ, കമ്പി വരൂ എന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? അവർ പ്രവേശിച്ചാലേ ഗൃഹമേ ഉള്ളൂ. ആദ്യം അവർ പ്രവേശിക്കണം. അവർ ഏത് ഭാവത്തിൽ പ്രവേശിക്കുന്നു? ഹേതുതയാ. അവർ പ്രവേശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ തന്നെയാണ് തദാകാരമായിട്ട് നിൽക്കുന്നത്. നമ്മുടെ ദൃഷ്ടി വൈകല്യം കൊണ്ട് പ്രവേശിച്ചതുപോലെ പ്രവേശിച്ചു എന്നൊക്കെ പറയണം, വ്യവഹാരത്തിൽ പറയണം. അപ്പോൾ അതാണ് ഇവിടെ വിശന്നിവ, ഹേതുതയാ വിശന്നിവ. ഈ ജഗത്തിനെ ഭഗവാൻ ചരാചരാത്മകമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിൽ പ്രവേശിച്ചതുപോലെ അതിൻ്റെ നിമിത്ത ഉപാദാന കാരണമായിട്ട്, അല്ലേ? ഈ ജഗത്തിൻ്റെ ഉപാദാന കാരണം ആരാണ്? ഭഗവാൻ തന്നെ. അതിൽ ചൈതന്യമായി വ്യാപിച്ചിരിക്കുന്നതാരാണ്? നിമിത്തമായിരിക്കുന്നതാരാണ്? ഭഗവാൻ തന്നെ. അങ്ങനെ സ്ഥിതഃ, അതിൽ സ്ഥിതി ചെയ്യുന്നവനായി, പ്രവേശിച്ച് സ്ഥിതി ചെയ്യുന്നവനായി, സ്വകൃതാനുകൃതി,
സ്വകൃതങ്ങളെ അനുകരിക്കുന്നവനായിട്ട് എന്നാണ്. അനുകൃതി എന്ന് പറഞ്ഞാൽ അനുകരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഈ നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള ഉപാധികൾ എന്തെല്ലാം പ്രവർത്തിക്കുന്നുവോ അതിനെയൊക്കെ ജീവൻ അനുകരിക്കുന്നത് പോലെ തോന്നും. നമ്മൾ പുരഞ്ജനോപാഖ്യാനത്തിൽ പുരഞ്ജനി എന്ത് ചെയ്താലും പുരഞ്ജനൻ അത് ചെയ്യും എന്ന് പറഞ്ഞു. പുരഞ്ജനി ഇരുന്നാൽ പുരഞ്ജനൻ ഇരിക്കും, പുരഞ്ജനി നടന്നാൽ പുരഞ്ജനൻ നടക്കും, പുരഞ്ജനി ഊണ് കഴിച്ചാൽ പുരഞ്ജനൻ ഊണ് കഴിക്കും, പുരഞ്ജനി ഉറങ്ങിയാൽ പുരഞ്ജനൻ ഉറങ്ങും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് തന്നെയാണ് ഇവിടുത്തെ അനുകരണം എന്ന് പറഞ്ഞാൽ താദാത്മ്യം കൊണ്ട്, ജീവഭാവം കൊണ്ട് അഥവാ ഉപാധികളിലുള്ള താദാത്മ്യം കൊണ്ട് ഈ ശരീരം ചെയ്യുന്നതെല്ലാം ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു തോന്നലോടുകൂടി, അതാണ് സ്വകൃത അനുകൃതി. സ്വകൃതങ്ങളെ അനുകരിക്കുന്നവനായിട്ട് അനുസരിക്കുന്നവനായിട്ട് അനലവത് തരതമതഃ ചകാസി. അനലവത് അഗ്നിവത് തരതമതഃ ചെറുതും വലുതുമൊക്കെയായിട്ട് ഉപാധിഭേദമനുസരിച്ച് വ്യത്യസ്തങ്ങളായി ചകാസി. ചകാസി എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നു. കാസ് എന്നുള്ള ധാതു കാസ്യതി എന്ന് പ്രസന്റ് ടെൻസ് പ്രകാശിക്കുന്നു. ഇവിടെ ചകാസി അതും മറ്റൊരു രൂപമാണ്. അപ്പോൾ പ്രകാശിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഇവിടെ അനലവത് തരതമതഃ ചകാസി. ഇവിടെ അനലനോട് ഉപമിച്ചത് എന്തുകൊണ്ടാണ്? അഗ്നി എല്ലാ ഉപാധികളിലും നിറഞ്ഞിരിപ്പുണ്ട്. എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്ന വസ്തുവാണ് അഗ്നി. ഏത് വസ്തുവിനും രൂപം ഉണ്ടാവണമെങ്കിൽ അഗ്നി ഉണ്ടായിരിക്കണം. അഗ്നി തന്മാത്രയാണ്, അല്ലെങ്കിൽ അഗ്നി രൂപതന്മാത്രയിൽ നിന്നാണ് അഗ്നി. രൂപവും അഗ്നിയും പര്യായ ശബ്ദങ്ങൾ പോലെയാണ്, ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. രൂപതന്മാത്രയിൽ നിന്ന് ഉണ്ടായ പഞ്ചഭൂതങ്ങളിൽ മൂന്നാമത്തെ ഭൂതമാണ് അഗ്നി. അപ്പോൾ അഗ്നി ഉണ്ടെങ്കിലേ ഏത് വസ്തുവും പ്രകാശിക്കുള്ളൂ. രൂപതന്മാത്ര തന്നെയാണ് അഗ്നി. അപ്പം എല്ലാ വസ്തുക്കൾക്കും രൂപം കൊടുക്കുന്നത് അഗ്നി തത്വമാണ്. അപ്പം എല്ലാറ്റിലും അഗ്നി വ്യാപിച്ചിരിപ്പുണ്ട്. അതുകൊണ്ടാണ് അഗ്നിക്ക് എല്ലാറ്റിനെയും ദഹിപ്പിക്കാനുള്ള കഴിവുള്ളത്. അതിൻ്റെ ഉള്ളിൽ തന്നെ കയറിയിരിക്കണേ. അപ്പോൾ ഉള്ളിലുള്ള ആൾക്ക് ഏത് വസ്തുവിനെയും ദഹിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതിപ്പോൾ കല്ലായാലും മണ്ണായാലും മെറ്റലായാലും ഏത് കഠിന വസ്തുവാണെങ്കിലും അതിനനുസരിച്ച് അവിടെ ചൂട് കിട്ടിക്കഴിഞ്ഞാൽ അഗ്നി ആ വസ്തുവിനെ ദഹിപ്പിച്ച് കളയും. വെറും ചാരമാക്കി കളയും. ചിലപ്പോൾ ഒരു പൊടി പോലും കിട്ടില്ല. അത്രയും ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി കഴിഞ്ഞാൽ ചാരം പോലും കിട്ടില്ല. അത്രയും എല്ലാം ആവിയായി പോകും. എത്ര ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ചൂട് കൂട്ടുന്നുവോ അതിനനുസരിച്ച് ആ വസ്തു, ഓരോ വസ്തുവും ദഹിക്കണമെങ്കിൽ ഇത്ര ഡിഗ്രി വേണം എന്നുണ്ട്. അങ്ങനെ അത്രയും ഡിഗ്രിയിൽ ദഹിച്ചു കഴിയുമ്പോൾ പിന്നെ ഒന്നും ചിലപ്പോൾ ബാക്കി പോലും കാണില്ല. വന്ന വെള്ളം നിന്ന വെള്ളത്തെയും കൊണ്ടുപോയി എന്ന് പറയും പോലെ പോകും. അപ്പോൾ ഇവിടെ അഗ്നി എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നു. പക്ഷേ ഓരോ ഉപാധികൾക്കനുസരിച്ചാണ് അത് പ്രകാശിക്കുന്നത്. ഉപാധികളുടെ ധർമ്മമനുസരിച്ചാണ് അഗ്നി പ്രകാശിക്കുന്നത്. എല്ലാറ്റിലും ഒരുപോലെ പ്രകാശിക്കുന്നില്ല അല്ലേ. നമ്മളിപ്പോൾ വിവിധങ്ങളായ വിറകുകൾ എടുത്തു വെച്ച് നോക്കുക. ആ വിറകുകളുടെ ക്വാളിറ്റി അനുസരിച്ചാണ് അഗ്നിയുടെ ക്വാളിറ്റി. വെറും എന്താ പറയുക, ബലം കുറഞ്ഞ, ഡെൻസിറ്റി കുറഞ്ഞ മരങ്ങൾ, മുരിങ്ങയോ മുരുക്കോ അങ്ങനെയുള്ളതായിട്ടുള്ള വളരെ പെട്ടെന്ന് ഇതായി പോകുന്നതായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അതിലുള്ള അഗ്നിക്ക് ഒരു ചൂടും ഉണ്ടാവില്ല.
പെട്ടെന്ന് ഷൂ എന്ന് പറഞ്ഞൊന്ന് കത്തുന്ന കാണാം, അത് കഴിഞ്ഞു. എന്നാൽ മറ്റ് ചില കട്ടി കൂടിയ ഡെൻസിറ്റി കൂടിയതായിട്ടുള്ള മരങ്ങൾ, അതിലേറ്റവും നല്ലത് പുളിവിറകാണ് അല്ലേ. ആ പുളിവിറകിൽ അഗ്നി കത്തിച്ചാൽ നല്ല ചൂടുമാണ്, അത് കുറേ നേരം നിന്ന് കത്തും. അതിൽ ചൂടിന് ഈ പറഞ്ഞ പോലെ ഇത് കൂടുതലാണ്. അതുകൊണ്ട് ആയുർവേദ കഷായങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പുളിവിറകാണ്. അതിൽ ഇത് കത്തിച്ചാലേ ഇത് വേണ്ടത്ര ചൂടിൽ തിളയ്ക്കുള്ളൂ. അത് വറ്റിക്കണം അല്ലേ. കഷായങ്ങളൊക്കെ 100 ലിറ്ററിനെ 5 ലിറ്ററായിട്ടും 10 ലിറ്ററായിട്ടും ഒക്കെ ചുരുക്കണം. കത്തിച്ച് അത് ഈ അഗ്നി ജ്വലിച്ച് ഈ കഷായത്തെ ഇളക്കി വറ്റിച്ച് കളയുമ്പോഴേ അതിന് ഔഷധ ഗുണം ഉണ്ടാവുള്ളൂ. അപ്പം അതുപോലെയാണ് ഇവിടെ അഗ്നി എല്ലാറ്റിലും ഒരുപോലെ വ്യാപിച്ചിട്ടുണ്ടെങ്കിലും ആ ഉപാധിയുടെ ധർമ്മം അനുസരിച്ചാണ് അഗ്നി പ്രകാശിക്കുന്നത്. അതേപോലെ നിറങ്ങളാണെങ്കിലും അഗ്നിക്ക് വ്യത്യാസമായിരിക്കുന്നു. അഗ്നിയുടെ രൂപവും ആ ഉപാധിയുടെ രൂപത്തിനനുസരിച്ചാണ് അല്ലേ. നീണ്ട ഒരു വസ്തുവിൽ അഗ്നി നീണ്ടു കാണുന്നു, ഉരുണ്ട ഒരു വസ്തുവിൽ അഗ്നി ഉരുണ്ട് കാണുന്നു, ചതുരത്തിലുള്ള ഒരു വസ്തുവിൽ അഗ്നി ചതുര ആകൃതിയിൽ കാണുന്നു. അപ്പം അതൊന്നും അഗ്നിയുടെ ദോഷമല്ല. അഗ്നി എല്ലാറ്റിലും സമമായി വർത്തിക്കുന്നു. അത് ഉപാധി ധർമ്മമാണത് നീണ്ടും ഉരുണ്ടും ചതുരത്തിലൊക്കെ കാണുന്നത്. അതുപോലെ പച്ചയായും മഞ്ഞയായും സ്വർണവർണ്ണമായും നീലയായും ചുവപ്പായും ഒക്കെ അഗ്നിജ്വാലകൾ കാണുന്നത് അതിലടങ്ങിയിരിക്കുന്ന ധാതുക്കളുടെ കണ്ടന്റ് അനുസരിച്ചാണ്. അതുപോലെ അതിൻ്റെ ചൂടിൻ്റെ സെൻറ്റിഗ്രേഡ് നിശ്ചയിക്കപ്പെടുന്നത് ആ വസ്തുവിൻ്റെ ഡെൻസിറ്റി അനുസരിച്ചാണ്. അപ്പം ഇങ്ങനെ പല കാരണങ്ങളെ കൊണ്ടും അഗ്നിക്ക് വൈവിധ്യം കാണപ്പെടുന്നു, വൈചിത്ര്യം കാണപ്പെടുന്നു. അതുപോലെയാണ് അഗ്നി എല്ലാറ്റിലും സമമായിരുന്നു കൊണ്ടും കാഴ്ചയിൽ വ്യത്യസ്തമായി തോന്നുന്നു എന്നേ ഉള്ളൂ. അതുപോലെ ചൈതന്യം അഥവാ ആത്മാ ഈ ലോകത്തിലുള്ള സകല ചരാചരങ്ങളിലും എല്ലായിടത്തും വ്യാപിച്ചിരിപ്പുണ്ട്. ഉപാധി ധർമ്മമാണ് ഓരോ വസ്തുക്കളെയും വ്യത്യസ്തങ്ങൾ ആക്കുന്നത്. ചിലതിന് എന്താ പറയുക, ആളുകൾക്ക് അധികം ബുദ്ധി, ചില ആളുകൾക്ക് ബുദ്ധി കുറവ്, ജന്തുക്കൾക്ക് ബുദ്ധി അതിലും കുറവ് അല്ലേ, മറ്റ് വൃക്ഷലതാദികൾക്ക് അതിലും കുറവ്. ഇങ്ങനെ സെൻസിറ്റിവിറ്റിയും പ്രതികരിക്കാനുള്ള ശേഷിയും ഒക്കെ വ്യത്യസ്തങ്ങളായിരിക്കുന്നു. അത് അതിലുള്ള കോൺഷ്യസ്നസിന്റെ കുഴപ്പമല്ല, ഉപാധിയുടെ കുഴപ്പമാണ്. ബോധം, ചൈതന്യം, ഈശ്വരൻ എല്ലാറ്റിലും സമമായി വ്യാപിച്ചിരിക്കുന്നു. അതാണ് അനലവത് തരതമതഃ ചകാസി. അപ്പോൾ ഈ പരബ്രഹ്മം താൻ സൃഷ്ടിച്ച എല്ലാറ്റിലും അതിനെ അനുകരിക്കുന്നതായിക്കൊണ്ടും അതാതിൻ്റെ ആകൃതിയെ സ്വീകരിച്ചുകൊണ്ടും അഗ്നിയെപ്പോലെ കുറഞ്ഞും അധികരിച്ചുമെല്ലാം പ്രകാശിക്കുന്നു. തരതമതഃ എന്ന് പറഞ്ഞാൽ, തരം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആ കമ്പാരിറ്റീവ് ഡിഗ്രി. തമം എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി, കൂടിയും കുറഞ്ഞും എന്നൊക്കെ അർത്ഥത്തിൽ ഏറ്റക്കുറച്ചിലുകളോടുകൂടി പ്രകാശിക്കുന്നു. അത് വിദതാസു അമൂഷു അവിദതം സമം ഏകരസം തവധാമ അഭിവിപണ്യവഃ വിരജതിയഃ അന്വയന്തി. അത് ഹേതുവായിട്ട് എന്ന് പറഞ്ഞാൽ താരതമ്യമായിട്ട് പ്രകാശിക്കുന്നത് കൊണ്ട്, ഏറ്റക്കുറച്ചിലുകൾ ഉള്ളതായിട്ട്. വിദതാസു അമൂഷു, വിദതങ്ങൾ എന്ന് പറഞ്ഞാൽ അസത്തുക്കൾ എന്നാണ് അർത്ഥം. ന തഥാ ഇത് വിദതം, ഇത് അങ്ങനെയുള്ളതല്ല, അതിന് സത്യത്വമില്ല, അത് വസ്തുതയല്ല എന്ന് പറയുന്ന വാക്കാണ് വിദതം. ന തഥാ ഇതി വിദതം. വേദാന്ത പ്രകരണ ഗ്രന്ഥങ്ങളിൽ വൈദഗ്ധ്യ പ്രകരണം എന്നുള്ള പദ്ധതി തന്നെയുണ്ട്. വൈദഗ്ധ്യം
എന്ന് പറഞ്ഞാൽ വിതതമായിരിക്കുന്നതിനെക്കുറിച്ച് വിചാരം ചെയ്യുക. ഇതിങ്ങനെയല്ല, ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ഈ തെറ്റിദ്ധാരണയെ നീക്കാനാണ് ഇത് നമ്മൾ വിചാരം ചെയ്ത് ഉറപ്പിക്കുന്നത്. ഓരോന്നിനെയും നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കണം. അതാണ് വിതതാസു എന്ന് വെച്ചാൽ അസത്സു, അസത്തുക്കളായിരിക്കുന്ന അമൂഷു, ഈ ജഗത്തിൽ, ഈ പ്രകൃതിയിൽ അവിതതം സമം ഏകരസം തവധാമ. അവിതതം സമം, അവിതതം എന്ന് പറഞ്ഞാലോ നവിതതം, അത് വിതതമല്ല എന്ന് വെച്ചാൽ തതമേവ എന്ന അർത്ഥമാണ്. അത് അങ്ങനെയുള്ളത് തന്നെയാണ്, അതാണ് വസ്തു. അപ്പോ വസ്തുവായിരിക്കുന്ന അഥവാ സത്യമായിരിക്കുന്ന സമം ഏകരസം, എല്ലാറ്റിലും സമമായും ഏകരസമായും ഇരിക്കുന്ന തവധാമ, അങ്ങയുടെ സ്വരൂപത്തെ അഭിവിപണ്യവഹ. അഭിവിപണ്യവഹ എന്ന് പറഞ്ഞാല് നിഷ്കാമമായി കർമ്മം ചെയ്യുന്നവർ എന്നർത്ഥമാണ്. യാതൊരു തരത്തിലും ഫലേച്ഛ കൂടാതെ, ആസക്തി കൂടാതെ അവരുടെ ധർമ്മം അനുഷ്ഠിക്കുന്നതായിട്ടുള്ള ആളുകൾ വിരജതിയ, അവരുടെ ധീയിനെ വിരജമാക്കിയിട്ട് അഥവാ അന്ധക്കരണത്തെ രജോഗുണശൂന്യമാക്കിയിട്ട്, രജോഗുണം നീക്കിയവരാക്കിയിട്ട് അന്വയന്തി, അതിനെ പ്രാപിക്കുന്നു അഥവാ അറിയുന്നു. അയന്തി. അപ്പൊ ഈശ്വരനെ, എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നവനെ യഥാതഥമായി അറിയണമെങ്കിൽ വിരജതീകളാവണം. രജോഗുണം പോയ, രാഗദ്വേഷങ്ങൾ പോയ അന്ധക്കരണം ഉണ്ടാവണം. അതിനുള്ള മാർഗമാണ് അഭിവിപണ്യവ എന്ന് പറഞ്ഞത്. അഭിവിപണ്യവ, യാതൊരു തരത്തിലുള്ള ആസക്തിയും കൂടാതെ നിഷ്കാമമായി കർമ്മമനുഷ്ഠിക്കുന്നു അഥവാ ഈശ്വരാർപ്പണമായി കർമ്മമനുഷ്ഠിക്കുന്നു. അപ്പൊ കർമ്മയോഗികളാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. ഓരോരോ യോഗികളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഇവിടെ കർമ്മയോഗികൾ അഭിവിപണ്യവ വിരജതിയ, അവർ കർമ്മയോഗത്തിലൂടെ അവരുടെ അന്ധക്കരണത്തെ രാഗരഹിതമാക്കി, വൈരാഗ്യമുള്ളവരാക്കി അഥവാ നിസ്സംഗമാക്കിയിട്ട്, ശുദ്ധമാക്കിയിട്ട് ഉള്ളതിനെ കാണാനുള്ള കാഴ്ച അവർ നേടിയെടുക്കുന്നു. അവരുടെ കണ്ണ് ശുദ്ധമാവുകയാണ്. മറ്റേ അവർ കണ്ണിൽ കൂർപ്പദൃശഃ എന്ന് പറഞ്ഞു, ഇവിടെ ശുദ്ധ ദൃഷ്ടികളാണ് വിരജതീയ. അപ്പോൾ വാസ്തവത്തിൽ ഭഗവാൻ എല്ലാറ്റിലും സമനായിരിക്കുന്നു. ആ സമനായിരിക്കുന്ന ഭഗവാനെ കാണണമെങ്കിൽ വിഷമ ബുദ്ധി മാറണം, രാഗദ്വേഷങ്ങൾ പോകണം. രാഗദ്വേഷങ്ങൾ പോകാനുള്ള വഴിയാണ് കർമ്മയോഗം അനുഷ്ഠിക്കുക, നിഷ്കാമമായി കർമ്മങ്ങളെ അനുഷ്ഠിക്കുക. അപ്പോൾ അതാണ് ഇവിടെ എല്ലാറ്റിലും സമനായിരിക്കുന്ന, ഏകരസനായിരിക്കുന്ന തവധാമ, അങ്ങയുടെ സ്വരൂപത്തെ അഭിവിപണ്യവ വിരജതിയ അന്വയന്തി. ഫലേച്ഛ കൂടാതെ കർമ്മമനുഷ്ഠിക്കുന്നവരായ നിസ്വാർത്ഥന്മാരായ കർമ്മയോഗികൾ അവരുടെ ബുദ്ധിയെ, അന്ധക്കരണത്തെ രജോഗുണത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തമാക്കി ശുദ്ധ അന്ധക്കരണന്മാരാക്കി അവർ ഈ വസ്തുവിനെ തിരിച്ചറിയുന്നു അഥവാ അതിനെ പ്രാപിക്കുന്നു എന്ന് അന്വയന്തി. അപ്പോ ഈ ദേവൻ എല്ലാറ്റിലും ഒരേപോലെ വ്യാപിച്ചിരിക്കുന്നു. ഉപനിഷത്തുകളിലൊക്കെ പറയും ഏകോ ദേവ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സർവഭൂതാദിവാസഃ സാക്ഷി ചേതാ കേവലോ നിർഗുണശ്ച. ഇതൊക്കെ ശ്വേതാശ്വേതര ഉപനിഷത്ത് മുതലായ ഉപനിഷത്തിലെ മന്ത്രങ്ങളാണ്. ഏകോ ദേവ സർവഭൂതേഷു ഗൂഢഃ, ഏകനായ ദേവൻ, എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നവൻ ഒരു ചൈതന്യമാണ്. അവൻ സർവഭൂതങ്ങളിലും മറഞ്ഞിരിക്കുന്നു, വ്യാപിച്ച് എല്ലാറ്റിനും കാരണഭൂതനായി ഹേതുതയാ പ്രവേശ്യ, ഹേതുതയാ ഗൂഢഃ,
സർവവ്യാപി സർവഭൂതാന്തരാത്മ, അവൻ എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ട്, സർവഭൂതങ്ങളുടെയും അന്തരാത്മാവായിരിക്കുന്നു. അവൻ തന്നെയാണ് എല്ലാ കർമ്മങ്ങൾക്കും അധ്യക്ഷനായും സർവഭൂതങ്ങളിലും അധിവസിക്കുന്നവനായും എല്ലാറ്റിനും സാക്ഷിയായും കേവലനും നിർഗുണനുമായി ഇരിക്കുന്നു. അവനെ ഈ രജോഗുണമില്ലാത്ത വിരജന്മാരായ ആ ശുദ്ധഹൃദയന്മാരായ ആളുകൾ പ്രാപിക്കുന്നു അഥവാ കാണുന്നു. അപ്പം ഇതും മറ്റൊരു മാർഗം. കർമ്മയോഗത്തിലൂടെ അന്ധക്കരണ ശുദ്ധി നേടി എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന സർവാത്മാവായ സർവവ്യാപിയായ ഭഗവാനെ സാക്ഷാത്കരിക്കാനുള്ള മാർഗം. സ്വകൃതവിചിത്രയോനിഷു വിശന്നിവ ഹേതുതയാം തരതമതശ്ചകാസ്യനലവത്സ്വകൃതാനുകൃതിഃ അദവിദദാസ്വമൂഷ്വവിദദം തവ ധാമ സമം വിരജതിയോന്വയന്ത്യഭിവിപണ്യവയേകരസം. ആ ഭഗവാനെ നമുക്കും ഭജിക്കാം. ഏത് ഭഗവാനെ? എല്ലാറ്റിലും സമനായി വ്യാപിച്ചിരിക്കുന്ന, എല്ലാറ്റിൻ്റെയും കാരണഭൂതനായിരിക്കുന്ന, സർവാന്തര്യാമിയായ സർവവ്യാപകനായ ഭഗവാനെ ഭജിച്ച് നമ്മൾക്കും ചിത്തശുദ്ധി നേടാം. ആ ചിത്തശുദ്ധിയിലൂടെ ഭഗവാന്റെ തത്വത്തെ, ധാമത്തെ സാക്ഷാത്കരിക്കാം. അപ്പം ഇങ്ങനെ ഓരോരുത്തർ ഓരോ രീതിയിൽ ഭഗവാനെ ഉപാസിക്കുന്നു അഥവാ ഭജിക്കുന്നു എന്നുള്ളത് സൂചിപ്പിച്ചു കൊണ്ടുവരികയാണ്. നമുക്ക് വൈകുന്നേരം നോക്കാം. ഇന്ന് 6:45 ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. വൈകിട്ട് നോക്കാം.